ജോയ്, ലക്ഷ്മിയുടെ നിലപാട്, ലക്ഷ്മിക്ക് ഞങ്ങളോട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഞങ്ങളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുന്നു, എന്തെങ്കിലും സംസാരിച്ചാൽ വിളിച്ച ഫോൺ എടുക്കില്ല, കാരണം അറിയില്ല, അതുകൊണ്ട് വിളിക്കാനില്ല, അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അങ്ങനെയാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ പറഞ്ഞത്. എതിർപ്പുണ്ടാകേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ബാലഭാസ്കറിന്റെ അമ്മാവനടക്കം മരിച്ചു, സഹോദരി ഒക്കെ സമയത്തൊന്നും ബാലഭാസ്കറിന്റെ ഭാര്യ അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ പലതവണ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയൊരു ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾ മൗനമായിരിക്കുന്നത്, അയാൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നതൊക്കെ സ്വാഭാവികമല്ലേ? അതിനെയൊക്കെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് ബാലഭാസ്കറിന്റെ കുടുംബമടക്കം. അങ്ങനെ തോന്നില്ലേ വേണമെങ്കിൽ? ഞാൻ തിരികെ വരാം സാർ. ഞാൻ ജോയോടും ചോദിച്ചാണ്. തീർച്ചയായും ശശികുമാർ സാറ് ലക്ഷ്മിയോട് വളരെ സ്നേഹമുള്ള ഒരു ആളായിരുന്നു ശശികുമാർ സാർ. അതായത് ബാലഭാസ്കറിന്റെ അമ്മാവൻ. അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു. മീര, ബാലഭാസ്കറിന്റെ ചേച്ചി, ദീർഘകാലമായ അസുഖമായി കിടന്ന വ്യക്തിയാണ് മീര മരിച്ചപ്പോഴും ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു. ലക്ഷ്മി ആരും തടയില്ല. ബാലഭാസ്കറിന്റെ ഭാര്യ എന്ന റെസ്പെക്ട് ആ കുടുംബം ലക്ഷ്മിക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി വിമർശനങ്ങൾ ഉണ്ടാകും. ലക്ഷ്മിക്ക് കാര്യങ്ങളിൽ 90% അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ. കാരണം ലക്ഷ്മി ബാലഭാസ്കറിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ്. ബാലഭാസ്കർ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആൾ, ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന വ്യക്തിയാണ്. ഞാൻ ബാലഭാസ്കർ മരിച്ച ശേഷം ലക്ഷ്മിയെ 1-2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പോൾ. ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല. ലക്ഷ്മിയെ കണ്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആക്രി സാധനങ്ങൾ ഇവിടെ ഉണ്ട്, അതൊക്കെ തൂക്കി വിൽക്കണം, അവൻ ചത്തതേ ചത്തു, ഇനി ഞാൻ എന്തിനെ പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി. അപ്പൊ അവരുടെ ഇന്റിമസി എത്രമാത്രമാണെന്ന് എനിക്ക് തന്നെ ബോധ്യമായി. പിന്നെ ആ സൗഹൃദം നീട്ടിക്കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ. ലക്ഷ്മിക്ക് അറിയാം, സഹതാപത്തിന്റെ മൂടുപടം കൊണ്ട് മൂടാതെ 6 വർഷം കഴിഞ്ഞു. ലക്ഷ്മിയോട് ചോദിക്കുക, എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾ ഇത്ര വേഗം, ഷാജഹാൻ സാർ കിലോമീറ്റർ വരെ പറഞ്ഞല്ലോ, 94 കിലോമീറ്റർ വേഗത്തിൽ ഏകദേശം 72-80 കിലോമീറ്ററോളം ഇവർ പാസ് ചെയ്തു. കൊല്ലത്ത് മാത്രമാണ് ഇടയ്ക്കൊന്ന് നിർത്തിയത്, ജ്യൂസ് കുടിക്കാൻ നിർത്തിയത്. പിന്നെ വേറൊരു കാര്യം ഇന്നഡീഷൻ ആയിട്ട് പറയാനുള്ളത്, പ്രകാശ് തമ്പി എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ എഞ്ചിനീയർ ആണ്. അയാൾ പോയിട്ട് ഈ കടകളിലെയും ഈ ഭാഗത്തെയും CCTV മുഴുവൻ പിടിച്ചു വാങ്ങി എന്നുള്ളതാണ്. ഈ വിഷ്വൽസ് മുഴുവൻ അയാളുടെ കസ്റ്റഡിയിലാണ്. അതൊന്നും ആലോചിക്കണം. ഇങ്ങനെയാണ് പോലീസുകാർ എത്തുന്നതിന് മുന്നേ തമ്പി പോയിട്ട് ഈ കടകളിലെ വിഷ്വൽസ് തമ്പി ശേഖരിക്കുകയാണ്. ഈ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു മറ്റാരും അറിയരുത് എന്ന തരത്തിൽ തമ്പി വാങ്ങുകയാണ്. ഇവിടെ ഭയങ്കര സംശയമാണ്. ലക്ഷ്മിക്ക് പറയാം, അർജുനനും സത്യം വെളിപ്പെടുത്താൻ സമയമായി. അത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം, അത്രമാത്രം.